ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ വെറുതെ ഇരുന്നപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല. കുറച്ച് കടലമാവൊക്കെ എടുത്ത് അതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മാവ് രൂപത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി ഈ കാണുന്ന രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആ ഒരു യെല്ലോ കളറിന് വേണ്ടി കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗവൊക്കെ ഓണാക്കിയിട്ട് അതിലേക്ക് ഈ ചട്ടി വെക്കുക കേട്ടോ. അത് നമ്മൾ ഈ ഒരു ചട്ടി വെച്ചിട്ട് പിന്നെ നമ്മൾ ചട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. കാരണം ഇതെൻ്റെ ഒരു ഫസ്റ്റ് പരീക്ഷണമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഈ ഫസ്റ്റത്തെ ഈ ഒരു പരീക്ഷണം ഈ ഒരു കയ്യിൽ വെച്ചിട്ടാണ്. അപ്പോൾ കൊള്ളായെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നവരാണ്, അപ്പോൾ ബേജാറാവൊന്നും വേണ്ട. മെല്ലെ സാവധാനം വഴിക്കൊന്നും ചെയ്താൽ മതി. മെല്ലെ മെല്ലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ബൂന്തി ഈ ഒരു ടൈപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് മിക്സിൻ്റെ ജാറിലേക്ക് ഇടുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നമ്മളതിന് പൊടിക്കുക കേട്ടോ. അപ്പോൾ നമുക്കൊരു പാകത്തിന് അതെങ്ങനെയാണ് നമുക്ക് അറിയാം. ഒരു ലഡുവിൻ്റെ ഉള്ളിലത്തെ പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ആ ഒരു രൂപത്തിലാവണം കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ പൊടിച്ചെടുക്കണം. ദെൻ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലഡുവിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാവ്, അതിൻ്റെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാവ് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് പാകത്തിന് പഞ്ചസാര ഒക്കെ ഇട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് 1-2 ടീസ്പൂൺ നമ്മൾ നെയ്യ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ ആ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബൂന്തിൻ്റെ പൗഡർ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പഞ്ചസാര പാവ് വെക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പാകത്തിന് നിങ്ങൾ നോക്കിയിട്ടാണ് കേട്ടോ വെക്കാൻ. ഇത് ഞാൻ കുറച്ച് വെള്ളം ഏറിയിട്ടുണ്ട്, എന്നാലും ഞാനത് പാകത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ അതിനെ കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് കിച്ചൺ ക്ലീനിങ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്ര നേരം എടുത്ത പാത്രങ്ങളൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബൂന്തി നമുക്ക് ചൂടാറിയിട്ട്, നല്ല ആറുന്ന വേണ്ട, പാകത്തിന് ആറിയിട്ട് നമ്മളത് ഉരുളയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരെ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു അത്യാവശ്യത്തിനൊക്കെ തണുപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ലഡു തന്നെയായിരുന്നു.